വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ പതുപോലെ വാരാവസാനം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വചനം ധ്യാനിക്കുവാനായി പതിവായി ഞാൻ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാറ്. എന്നാൽ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബൈജു സാം നിലമ്പൂർ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവനെ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. കാരണം പലവട്ടം നമ്മുടെ നടുവിൽ കടന്നു വന്ന് അദ്ദേഹം ദൈവവചനം സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് തന്നെയല്ല, അദ്ദേഹത്തിന് നിങ്ങളെയും അറിയാം. പലപ്പോഴായിട്ട് ഇതിനകത്ത് ഇങ്ങനെ മുഖാമുഖം കണ്ടിട്ടുള്ളത് കൊണ്ട്. താനിപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ആത്മീയ വിഷയങ്ങൾ, ഉപദേശകാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ തമ്മിൽ സംസാരിക്കും. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തോട് ഇന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം അതിന് സന്നദ്ധനായി. അപ്പോ ഞാന് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പാകെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ആ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മില് മുന്നമേ സംസാരിച്ച ഒരു കാര്യം. ആ കാര്യം എന്തെന്ന് ചോദിച്ചാല്, ഒരിക്കല് ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ഞാന് പ്രസിദ്ധനായ ഒരു ദൈവദാസന്റെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. വിദേശത്ത് പാർക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ അദ്ദേഹം ഒരു കാര്യം എന്നോട് തിരിച്ചു പറഞ്ഞു. അതായത്, ഞാൻ പറഞ്ഞ പ്രസിദ്ധനായ ദൈവദാസൻ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ്, ഒരു ജീവിതമുള്ള മനുഷ്യനാണ്, നമ്മള് റെസ്പെക്ട് ചെയ്യുന്ന ആള് തന്നെയാണ്. അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ആ പരസ്പര ബോധ്യത്തിന്റെ പേരിൽ എന്നോടൊരു വാക്ക് പറഞ്ഞു. അതായത്, കാര്യമൊക്കെ അങ്ങനെയാണെങ്കിലും സജിപ്പാസ്റ്റർ, നമ്മള് പെന്തക്കോസ്ത് അനുഭവമുള്ളവരാണ്. പറഞ്ഞാൽ നമ്മൾ പെന്തക്കോസ്തുകാര് തന്നെയല്ലേ. എത്ര ഗ്രീക്ക് ഹീബ്രു ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നലകളിൽ മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ ആരാധിച്ച മനുഷ്യരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആത്മാവിൽ ആരാധിക്കുകയും എന്ന് വെച്ചാല് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ പൂർവന്മാര് നമുക്ക് കാണിച്ചു തന്ന ഒത്തിരി വഴികളുണ്ട്, ബോധ്യങ്ങളുണ്ട്. അതിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ ഇടയില് അറിവും പാണ്ഡിത്യവും ഒക്കെയുള്ള ഒത്തിരി പേര് ഈ അടുത്ത കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മടുപ്പ് രേഖപ്പെടുത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് അദ്ദേഹം എന്നോട് പറയാനിടയായി. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, ഞാന് ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ എവിടെ ഏതൊരു ദൈവദാസനെ ഏൽപ്പിക്കും എന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്നപ്പോഴാണ് ബൈജു പാസ്റ്ററോട് ഒരു അഡ്വൈസ് ചോദിച്ചത്. അപ്പോൾ രണ്ട് ദൈവദാസന്മാർ തമ്മിലുള്ള സംസാരമാണ്. ഇന്നയാളെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒരു സംസാരമാണ് വന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നൊരു സൂചന എനിക്ക് തന്നു. അപ്പൊ അത് ഞാന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയ സംഗ്രഹിച്ചതുപോലെ ഞാൻ സംഗ്രഹിച്ച് സൈഡിൽ വെച്ചു. എന്നിട്ട് പിന്നീട് ഞാന് ഈ പറയപ്പെട്ട, ഞാന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ ദൈവദാസന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരു റൂട്ട് മാപ്പ് എടുത്തൊന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം സഹകരിക്കുന്നതും ഇപ്പോൾ ചേർന്ന് സഞ്ചരിക്കുന്നതും മറ്റുമായ ആ മേഖലകളൊക്കെ കൺമുമ്പിൽ തുറന്നു വന്നപ്പോ ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. മുൻകാലത്ത് ഞാൻ അങ്ങനെയല്ല ധരിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിലുണ്ടായ സംസാരത്തില് എന്റെ കണ്ണു തുറക്കുമാറ് ഒരു ബുദ്ധി ഉപദേശം മാതിരി ദൈവദാസനിലൂടെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് വളരെ പ്രയോജനമായി. ഈ അടുത്ത സമയത്തുള്ള നമ്മുടെ പല മെസ്സേജുകളിലും ദൈവദാസനിലൂടെ ലഭിക്കപ്പെട്ട ആ ബോധ്യങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, കൂട്ട സഹോദരങ്ങൾക്ക് അത് ബോധ്യപ്പെടണം. നമ്മള് പരിഷ്കാരികളാകാൻ പരിശ്രമിച്ച് വചനത്തിൽ നിന്നും ആത്മാവിന്റെ നടത്തിപ്പിൽ നിന്നും ഒക്കെ വഴുതി പോയി കഴിഞ്ഞാൽ, ബുദ്ധിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, പുസ്തകം പഠിപ്പിക്കുന്ന അറിവ് ചീർപ്പിക്കുമെന്നാണ്. അറിവ് ആവശ്യമാണ്, പക്ഷെ അത് ആത്മാവിന്റെ ജ്വലനത്തിലല്ലാതെ വെറും ബുദ്ധിയുടെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ, വചനവും കാര്യങ്ങളും ഒക്കെ അത് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വന്നാലും
അതെല്ലാം നമ്മെ മടുപ്പിച്ചു കളയും. ഒരു സമയം കഴിയുമ്പോൾ ആ ആത്മാവിലുള്ള കത്തല് പോകും. അപ്പോ ദേവദാസനിലൂടെ അന്ന് പറഞ്ഞ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഞാൻ ആമുഖത്തിൽ ഒന്ന് പറഞ്ഞതാണ്. തുടർന്ന് ഞാന് അധികം ഒന്നും സംസാരിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസനെ ഞാന് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഇന്ന് ഈ സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇപ്രകാരമായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ നടത്തി വരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൂട്ടായ്മയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി കർത്താവിൽ അനുഗ്രഹീതനായിട്ടുള്ള ദൈവദാസൻ പ്രിയ പാസ്റ്റർ സജി വർഗീസിലൂടെ നാം എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലും മറ്റും അവൈലബിൾ ആണല്ലോ. ആ പ്രിയ ദൈവദാസന്റെ ശുശ്രൂഷകളെയൊക്കെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിനു വേണ്ടിയും ഉപദേശങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കൊടുക്കുന്ന വില അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം അതിനെ അംഗീകരിക്കാതെ ഇരിക്കുകയില്ല. ദൈവം അതിനെയാണ് പ്രധാനമായും അംഗീകരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ വചനപ്രകാരം നിശ്ചയമുള്ളവരാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാരണം അതുപോലെയുള്ള ദൈവവചന ചിന്തകളാണ് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കേൾക്കുന്നത് എന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. പ്രിയ സജി വർഗീസ് പാസ്റ്ററുമായിട്ട് ഞങ്ങൾക്ക് പരസ്പരം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ആത്മീയമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്ന് പല ആത്മീയ വിഷയങ്ങളും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കത്തുദാസന്മാർക്കും ഈ യോഗം ലീഡ് ചെയ്ത പ്രിയ ദേവദാസൻ രതീഷ്, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പാട്ടുപാടിയവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കൽ ആയിരിക്കാം. ഇവിടെ ഇപ്പൊ സമയം ഏകദേശം 10 മണിയാകുന്നു രാത്രി. ഞാന് 1 മണിക്കൂറിനുള്ളിൽ വചനം സംസാരിച്ച് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം മുൻപാകെ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം അറിയാൻ ആഗ്രഹിക്കുന്ന മഹത്തായ സന്ദേശങ്ങൾ ഉള്ള തിരുവെഴുത്തുകൾ നമ്മുടെ പക്കൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ സായം വേളയില് ഒരു വേദഭാഗം വായിച്ച് എനിക്ക് ആ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി യൂദായുടെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവന്നാട്ടെ. യൂദായുടെ ലേഖനം അതിന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ദൈവവചനത്തിലൂടെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ കുറെ ആശയങ്ങളും ചിന്തകളും അല്ല പ്രധാനപ്പെട്ട കാര്യം. വചനം എന്തു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ 10 വാക്കിനെക്കാട്ടിലും ബൈബിളിലെ ഒരു വാക്യമാണ് ഏറ്റവും ഈടുറ്റത്. അപ്പൊ അതുകൊണ്ട് ആ വചനവാക്യങ്ങളിലൂടെ നമുക്ക് തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. യൂദായുടെ ലേഖനം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാള് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് വായിച്ചാട്ടെ. മറ്റുള്ളവർ അത് ദയവായി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. മതി. ഈ വായിച്ച വേദഭാഗത്തോടനുബന്ധിച്ച് നമുക്ക് വളരെ ശാന്തമായി
ഒരു വചന പഠന രൂപത്തിൽ ഈ തിരുവചന സത്യങ്ങളെ നമുക്ക് ശാന്തമായി ഗ്രഹിക്കാൻ നിങ്ങളുടെ കണ്ണും കാതും ഒരുപോലെ വളരെ സന്തോഷത്തോടും സജീവതയോടും കൂടെ നമുക്ക് ദൈവമുൻപാകെ ആയിരിക്കാം. വേദപുസ്തകത്തിലെ നമുക്കറിയാം വളരെ ലഘുവായിട്ടുള്ള ഒറ്റ അധ്യായം മാത്രമുള്ള നിരവധി വളരെ ചുരുക്കം പുസ്തകങ്ങളുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾ സർവ്വസാധാരണമായി പ്രസംഗങ്ങളോ ഒന്നും അധികം കേൾക്കുന്നവരല്ല. ഒരുപക്ഷെ സജിപ്പാസ് ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ സർവ്വസാധാരണമായി നമുക്ക് യൂദായുടെ ലേഖനത്തിൽ നിന്ന് സന്ദേശങ്ങൾ നമുക്ക് ലഭ്യമാകുക, കേൾക്കുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. ഒരുപക്ഷെ അത് ഈ പുസ്തകത്തിന്റെ എന്താ പറയുക, അതിന്റെ ആ സംഖ്യയുടെ ആ ചാപ്റ്ററിന്റെ കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും 25 വാക്യങ്ങളുള്ള ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാവുന്ന കാര്യം, ഇതിനകത്ത് എല്ലാവിധ വിഷയങ്ങളും വളരെ നക്ഷലായി, വളരെ ക്രോഡീകരിച്ച് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യൂദ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ചുരുക്കം വാചകങ്ങളിൽ മനുഷ്യന്റെ ആ തുടക്കം മുതൽ എല്ലാവിധ വേദശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് കേവലം തള്ളിക്കളയേണ്ട ഒരു പുസ്തകമൊന്നുമല്ല. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള നിരവധി സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പണ്ടൊരാൾ പറഞ്ഞ് യൂദ യേശുവിനെ കാണിച്ചു കൊടുത്താൽ എന്താ, നല്ലൊരു ലേഖനം എഴുതിയിട്ടല്ലേ അദ്ദേഹം പോയി ചത്തത് എന്ന് പറയുകയുണ്ടായി. ഇത് ആ യൂദ എഴുതിയതല്ല കേട്ടോ, ഇത് വേറെ യൂദയാണ്. ഇത് കർത്താവിന്റെ സഹോദരനായ യൂദയാണ്, യാക്കോബിന്റെ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഞാൻ പ്രാരംഭത്തിൽ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇതിനകത്ത് ഈ യൂദ എന്ന് പറയുന്ന ഈ ദൈവ മനുഷ്യൻ ഇവിടെ എന്താണ് താൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇതിന്റെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് വിശദീകരിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ എഴുത്തുകാരൻ എഴുതുവാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ആർക്കാ ഇത് എഴുതുന്നത് നമുക്ക് ഒന്നാം വാക്യത്തിൽ കാണുന്നുണ്ട്. അത് എഴുതുന്ന റെസിപ്പിയൻസിനെ കുറിച്ച് പറയുന്നു. അവരാരാണെന്ന് പറയുന്നുണ്ട്. അവര് ക്രിസ്തുവിനാല് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ വചനം ആർക്കുള്ളതാണ്? ഇത് എല്ലാവർക്കും ബാധകമായ ഒരു തിരുവെഴുത്താണെന്ന് ഒന്നാം വാക്യം തന്നെ പറയുന്നുണ്ടല്ലോ. നമുക്ക് അതിൽ കൂടെ തെളിവൊന്നും വേണ്ട. ഒന്നാം വാക്യം തന്നെ പറയുന്നുണ്ട്, ഇത് ദൈവമക്കൾക്കുള്ള ലേഖനമാണ്, ഇത് ദൈവമക്കൾക്കുള്ളതാണ്, ഇത് സാർവത്രിക ലേഖനമാണ്, സർവലൗകികമാണ്. എല്ലാവരും ദൈവമക്കളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും അറിയേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ലേഖനമാണ് യൂദായുടെ ലേഖനം. അപ്പൊ യൂദ ഇത് വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ താൻ എഴുതാൻ വേണ്ടി വന്നെന്നറിയാമോ? പൊതുവിലുള്ള രക്ഷയെ കുറിച്ചാണ് താൻ പറയാൻ വന്നത്. പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സൗജന്യമായ രക്ഷയെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാ, വിശദമായി അവയെക്കുറിച്ചാണ് താൻ പറയാൻ വന്നത്. പക്ഷേ തന്റെ എഴുത്തുകൾ എങ്ങോട്ട് പോയെന്നറിയാമോ? ഈ ദൈവ മനുഷ്യൻ ഒരു പ്രത്യേക വിഷയം പഠിച്ച് അത് മനസ്സിലാക്കി വളരെ പരിശ്രമം ചെയ്തെന്നൊക്കെയാ വാക്യം വായിക്കുന്നത്. വളരെ പരിശ്രമം നടത്തി വെറുതെ വന്ന് എഴുതുകയല്ല. നമ്മുടെ ചില ആൾക്കാർ പറയത്തില്ല ഇപ്പൊ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കിട്ടിയെന്നും പറഞ്ഞതൊന്നുമല്ല. ഇദ്ദേഹം, നമ്മൾ ഈ വാക്യം വായിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ വേദഭാഗത്തിൽ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യോഗത്തിന് വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോ കിട്ടിയ നല്ല ഇതിന്റെ അർത്ഥം താൻ വളരെ അതിനുവേണ്ടി വളരെ നാളുകൾ സമയമെടുത്ത് അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പക്ഷെ അത് എഴുതാൻ താൻ അത് ആഗ്രഹിച്ചെങ്കിലും തന്നെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് നടത്തിയെന്നറിയാമോ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് എഴുതുവാൻ വേണ്ടി ദൈവാത്മാവ് തന്നെ നടത്തുകയാണ്. ദയവായി നമ്മൾ ഈ വേദഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടി പോരാടാനാണ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന, അതിന്റെ അർത്ഥം ശ്രദ്ധിച്ച, ഫലമേൽപ്പിച്ചിരിക്കുന്ന
അല്ലെ അത് കിട്ടിയതാണ്, ഓൾറെഡി അത് ഗിവണാണ്, നൽകപ്പെട്ട വിശ്വാസം, ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ദൈവമക്കളെ, എന്താ ഈ വിശ്വാസം? ഇവിടെ പറയുന്ന വിശ്വാസം എന്താ? സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ സൗഖ്യമാകുന്ന വിശ്വാസമാണോ? ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം എനിക്ക് തരും എന്ന് പറയുന്ന വിശ്വാസമാണ്? അല്ല. ഇവിടെ പറയുന്ന വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസമൊന്നുമല്ല. ഇവിടെ പറയുന്ന വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട, യേശു ക്രിസ്തുവിലൂടെ വിഭാവനം ചെയ്യപ്പെട്ട, അപ്പോസ്തലന്മാരിലൂടെ പകരപ്പെട്ട, അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട, ദൈവസഭയിലൂടെ എഴുതപ്പെട്ട, ലേഖനങ്ങളിലൂടെ സമർത്ഥിക്കപ്പെട്ട മഹത്തായ ദൈവവചന സത്യങ്ങളെയാണ് ഇവിടെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദയവായി നിങ്ങളത് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന വാക്ക് നമ്മൾ ഇന്ന് രാത്രി വല്ലതും നടക്കുമെന്ന് പറയുന്ന വിശ്വാസമല്ല. അത് സാധാരണ അതിനെ എന്താ പറയാ, അതിനെ ഒരു സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയാം. എന്നാൽ അതിനപ്പുറത്തായി നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കുന്നു, നമ്മൾ എന്താകാൻ പോകുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, നാം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സംഹിത, ഒറ്റ രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സംഹിത, പ്രൈസ് ദി ലോർഡ്, അവർ ക്രെഡൻഷ്യൽ ഫെയ്ത്ത്, നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ആധാരമായി നിലകൊള്ളുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭ്യമാണ് സഹോദരങ്ങളെ? പുതിയ നിയമത്തിൽ നിന്ന് ലഭ്യമാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശ രൂപങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഉപദേശ രൂപങ്ങൾ ലേഖനങ്ങളിലാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭകൾക്ക് നൽകപ്പെട്ട മഹത്തായ ദൈവവചന ഉപദേശ രൂപങ്ങളുണ്ട്. സ്തോത്രം. ആ ഉപദേശ രൂപങ്ങളെ മുറുകെ പിടിക്കാത്ത ഒരാൾക്കും എവിടെ പോകാൻ പറ്റുകയില്ല, നിത്യത കരഗതമാക്കാൻ കഴിയല. സ്തോത്രം. ഉപദേശം, ഇറ്റ് ഈസ് ഓൺലി ദ ഡോക്ട്രിനൽ സർമൺ ഓർ ഇറ്റ് ഈസ് ഓൺലി ദ ഡോക്ട്രിനൽ ടീച്ചിങ്. ഉപദേശപരമായ സന്ദേശം, ഉപദേശപരമായ പഠിപ്പിക്കലുകൾ, ഉപദേശത്തിലൂടെയുള്ള ജീവിതം, ഇത് മാത്രമേ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ദയവായി ശ്രദ്ധിച്ചാട്ടെ, നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കുമെന്നും വിടിവിക്കുമെന്നും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ആശ്വാസത്തിന് ഇതെല്ലാം ഉതകുന്ന കാര്യമാണ്. അതൊന്നും അതിൽ തന്നെ തെറ്റല്ല. എങ്കിലും അതൊന്നുമല്ല നിത്യജീവന്റെ ആധാരം. ഉപദേശത്തിന് തുല്യമായി ജീവിക്കുവാൻ നാം ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് എന്തിലേക്ക് അവ നടത്തപ്പെടുകയുള്ളൂ? നിത്യജീവനിലേക്കും നിത്യതയിലേക്കും നമ്മെ നടത്തുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് യൂദ എന്ത് എഴുതിയത്? യൂദ ഇവിടെ പറഞ്ഞത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യാനാണ്? പോരാടണം. ദൈവമക്കൾ, ആ വേദഭാഗം ഒന്ന് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പോരാടണമെന്ന്, ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണമെന്നാണ് അതിന്റെ ആശ. അല്ലല്ലോ, അങ്ങനെയല്ല. ഒരു ഫിസിക്കൽ വാറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഭൗതിക യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഭൗതിക പോരാട്ടമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ഇവിടെ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് ആത്മീക യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ഇവിടെ പോരാടുക എന്ന വാക്ക് നിങ്ങൾക്ക് അതിന്റെ ശരിയായ അർത്ഥം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സിലും മറ്റും യുദ്ധഭൂമിയിലുമൊക്കെ യുദ്ധം ചെയ്യുന്ന ആളുകൾ അവർ പരിശ്രമിക്കുന്ന അവരുടെ ഊർജ്ജസ്വലതയുടെ, അവരുടെ തീഷ്ണതയുടെ ആ ഭാവം, അതേ രീതിയിൽ തന്നെ ആത്മീക നിലകൾ എന്ത് ചെയ്യണമെന്നാണ്? ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി ശക്തമായി നിങ്ങളെല്ലാവരും പോരാട്ടം കഴിക്കണം. നമ്മുടെ ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ പറയുന്നു, വിശ്വാസ സംഹിതയ്ക്ക് വേണ്ടി, ഉപദേശങ്ങൾക്ക് വേണ്ടി, വചന സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. അപ്പൊ ഇത് യൂദ ഇത് പറയാൻ വേണ്ടി, അപ്പൊ സബ്ജക്റ്റ് മാറ്റി എങ്ങോട്ട് വന്നെന്നറിയാമോ? പരിശുദ്ധാത്മാവ് തന്നെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയുള്ള എഴുത്തിലേക്ക് വരികയാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, എന്തുകൊണ്ടാണ് താൻ ഇത് പറയാൻ കാരണം? വെറുതെ പറയുകയാണോ? ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വെറുതെ പറയല്ല. എന്താ ഇത് പറയാൻ കാരണം? യൂദ ഈ ലേഖനം എഴുതുമ്പോൾ
അതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മൾ വായിച്ച 4-ാം വാക്യത്തിലാണ് അതിന്റെ പശ്ചാത്തലം കാണുന്നത്. എന്താണ് അവിടുത്തെ പ്രശ്നമെന്നറിയാമോ? ദൈവസഭയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിലേക്ക്, എല്ലാം അറിഞ്ഞവരുടെ ഇടയിലേക്ക്, യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരുടെ നടുവിലേക്ക്, ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവരുടെ അടുക്കലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വന്നു, ഫാൾസ് ഡോക്ട്രിൻസ് കടന്നു വന്നു. അതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം നുഴഞ്ഞു വന്നിരിക്കുന്നെന്നാണ്. നുഴഞ്ഞു വന്നിരിക്കുക. ആ പദം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താ വാക്കിന്റെയൊക്കെ ആ എക്സ്പ്ലനേഷൻ എന്താ? നമുക്ക് ഈ ആധുനിക നൂറ്റാണ്ടിൽ വളരെ പരിചിതമായൊരു വാക്കല്ലേ നുഴഞ്ഞു കയറ്റക്കാർ, ഇല്ലേ? വളരെ പരിചിതമായൊരു വാക്കല്ലേ? നമ്മൾ ഭീകരവാദികൾ, തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു ജമ്മു കാശ്മീരിലും മറ്റും. പരിചിതമായ പദങ്ങളാണ്. എപ്പോഴാണ് അവര് നുഴഞ്ഞു കയറുന്നത്? അവര് നുഴഞ്ഞു കയറുന്നത് പട്ടാളമൊക്കെ അവിടെ കാവലൊക്കെ ഉണ്ടെങ്കിൽ പോലും, എല്ലാ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നുഴഞ്ഞു കയറുന്നില്ലേ? അപ്പം എന്ത് ക്ലിയർ ആയിട്ട് ഈ വാക്ക് ഇൻട്രൊഡേഷൻ എന്നാണ്. അപ്പൊ ഈ നുഴഞ്ഞു കയറ്റക്കാർ എവിടെയും കയറും. സഹോദരങ്ങളെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിലേക്കും ഇത് ആര് കയറി വരും? നുഴഞ്ഞു കയറ്റക്കാർ വരും. സ്തോത്രം. അപ്പൊ ഈ നുഴഞ്ഞു കയറ്റക്കാർ വരുമ്പോൾ അവരെ തിരിച്ചറിയാൻ ആർക്ക് കഴിയണം? ആർക്ക് കഴിയണം? ദൈവസഭയ്ക്ക് കഴിയണം. ഇന്ന് നമുക്കൊക്കെ പറ്റിയ വലിയൊരു പരാജയം എന്ന് പറയുന്നത്, ഏതാള് വന്നാലും ഇത് തീവ്രവാദിയാണോ, സ്വദേശക്കാരനാണോ, അല്ലാത്തവനാണോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്നത്തെ വലിയ പ്രശ്നം. സ്തോത്രം. അതുകൊണ്ട് അനേകര് കുടുങ്ങിപ്പോയി കിടക്കുകയാണ്. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇവൻ നുഴഞ്ഞു കയറ്റമാണോ, അല്ലാത്തതാണോ, ഇവൻ ഒറിജിനലാണോ, ഇവൻ ഫേക്ക് ആണോ, അവൻ നശിപ്പിക്കാൻ വന്നയാളാണോ, അതോ നമ്മളെ വളർത്താൻ വന്നയാളാണോ എന്നൊന്നും അറിയാതെ ഇന്ന് അനേക പ്രിയപ്പെട്ടവർ സഹോദരങ്ങളെ തെറ്റിക്കൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ വളരെ അപകടം പിടിച്ച ഒരു ദിശാസന്ധിയിൽ നമ്മളൊക്കെ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ആരാ കാവലാള്? കാവലായി നിൽക്കുന്ന വ്യക്തികൾ ആരാണ്? ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ്, ദൈവത്തിന്റെ ദാസിദാസന്മാരാണ്. വിശ്വാസികളാണെങ്കിലും ദൈവം നിങ്ങളെയും ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അവ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിനായി പോരാടണമെന്ന് യൂത പറഞ്ഞത് ആരോടാ? പാസ്റ്റർമാരോടാണോ? അല്ല. ആരോടാ പറഞ്ഞേക്കുന്നത്? പാസ്റ്റർമാരോടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്നല്ലേ? വിളിക്കപ്പെട്ടവരും സൂക്ഷിക്കപ്പെട്ടവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമായിട്ടുള്ള സകല ആളുകളും. അതിൽ പാസ്റ്റേഴ്സ് ഉണ്ട്, വിശ്വാസികളുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേശകന്മാരുണ്ട്, സകല ആളുകളും അതിനകത്തുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് എന്തിനെതിരെ നിലകൊള്ളണം? വിശ്വാസത്തിനു വേണ്ടി. സഹോദരങ്ങളെ, നാം ശക്തമായ പോരാട്ടം കഴിച്ച് മുൻപോട്ട് പോകണം. പൗലോസ് പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ദേവദാസനോട് പലവട്ടം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ പോയ ശേഷം, ഇല്ലേ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന എന്ന് പറയാൻ ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞ പൗലോസ് അങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യല, ഒരു കൊടിയ ചെന്നായ്ക്കളും ഒരു നുഴഞ്ഞു കയറ്റക്കാരും എന്ത് ചെയ്യല, ഇതിനകത്ത് കയറുകയല്ല. സ്തോത്രം. അഥവാ കയറി എന്ന് കണ്ടാലും അവനെ തിരിച്ചറിയാൻ ആർക്ക് പ്രാഗൽഭ്യം ഉണ്ട്? അത് തിരിച്ചറിയാൻ ആരുടെ കണ്ണ് തുറന്നിട്ടുണ്ട്? പൗലോസിന്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. ഇവിടെ ആരെയാ ഈ വാക്ക് പറയുന്നറിയാമോ? കൊടിയ ചെന്നായ്ക്കൾ ദുരുപദേശ കൂട്ടത്തെയാ ഇത് പറയുന്നത്. ദുരുപദേശ സംഘങ്ങളെ വേദപുസ്തകത്തിൽ പല ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൊടിയ ചെന്നായ്ക്കൾ അവൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസത്തിന് വേണ്ടി ശക്തമായ പോരാട്ടം കഴിക്കണം. സ്തോത്രം. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു, റെമനന്റ് ഗ്രൂപ്പാണ്. അത് അങ്ങനെ തന്നെയാണ്. ഒരു ശേഷിപ്പേ ഉള്ളൂ എല്ലാ കാലഘട്ടത്തിലും. വലിയ കൂട്ടമൊന്നും ഉണ്ടാകുകയില്ല. ദൈവത്തെ സേവിക്കുന്ന കൂട്ടം എന്ന് പറയുന്നത് പഴയ കാലം മുതൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശേഷിപ്പ് മാത്രമേ എല്ലാ കാലഘട്ടത്തിലും ഉള്ളൂ, അല്ലെ? വലിയൊരു കൂട്ടം ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല ബൈബിളിലൂടെ നീളം പഠിച്ചപ്പോഴും. അപ്പോൾ ആ റെമനന്റിന്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എന്ത് ചെയ്യണം? വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം.
സ്തോത്രം. അപ്പൊ എന്തൊക്കെയാ ഇവിടുത്തെ പ്രശ്നമെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ 4-ാം വാക്യത്തിൽ യൂദ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രധാനമായും 3 വിധത്തിലുള്ള ദുരുപദേശം ഈ ജനങ്ങളുടെ കടന്നു വന്നു. 3 വിധത്തിൽ. എന്തൊക്കെയാണത്? ഒന്നാമത്തെ കാര്യം, ഒരിക്കൽ ഒരാൾ ദൈവമകനായി തീർന്നാൽ ആമേൻ, ദൈവം അവനെ ശിക്ഷിക്കുകയില്ല. എന്നാ പാപം ചെയ്താലും ദൈവം അവനെ ശിക്ഷിക്കുകയില്ല. അവൻ ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? പോരെ. എന്ത് നല്ല ഉപദേശമാണ് ഇതൊക്കെ. കേൾക്കാനും പറയാനും ആൾക്കാരുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ അതിന്റെ പുറകാലം എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ദൈവം നീ ക്രിസ്ത്യാനിയായോ, അല്ല നീ ദൈവമകനായി തീർന്നോ, പിന്നെ നീ എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല, ദൈവം നിന്നെ ശിക്ഷിക്കുകയില്ല, ദൈവം നിന്നെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്ന ആ ഒരു പഠിപ്പിക്കൽ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കൽ ഈ ജനങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി വന്നു. സ്തോത്രം. ഒന്നാമത്തെ പഠിപ്പിക്കൽ അതാണ്. രണ്ടാമത്തെ ദുരുപദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച ആൾക്കാര് അവിടെ കയറിക്കൂടി. മൂന്നാമത്തെ ദുരുപദേശം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലെ പ്രവൃത്തിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു പഠിപ്പിക്കൽ. ദയവായി ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ 3 വിധ ടീച്ചിങ്സ്, ദുരുപദേശം ഇവരുടെ ഇടയിൽ കടന്നുകൂടി. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ദുരുപദേശം, പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ പറഞ്ഞ് ഗ്ലോറി പറഞ്ഞ് നമ്മുടെ ഇടയിൽ നൃത്തം ചവിട്ടിയാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാകുകയില്ല ഇതൊന്നും. സ്തോത്രം. എന്താ ഒന്നാമത്തേന്നറിയാമോ? ദൈവത്തെ ഒരാൾ അറിഞ്ഞിട്ട് പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കുകയില്ലെന്നും അവനെ പൂജിച്ച് സിംഹാസനം ഇരുത്തുമെന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ അതിൽ കൂടെ ഒരു ദുരുപദേശം വേറെ ഉണ്ടോ? വേറെ ദുരുപദേശമില്ല. അതാണ് 4-ാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. എന്താ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ, ഇതാണ് അവിടുത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഉപയോഗിക്കുന്ന കുറെ ആളുകൾ. സ്തോത്രം. എന്ന് പറയുമ്പോൾ അവരുടെ സ്വയമായിട്ടുള്ള മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തുപയോഗിച്ചു? ദൈവത്തിന്റെ കൃപയെ ഉപയോഗിച്ചു. നിങ്ങൾ ആ വാക്യം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾ കാണുന്ന ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ ആത്മീയ വിഷയങ്ങളെ വിചിന്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മക്കണ്ണുകളുള്ളവരാണെങ്കിൽ ഒരു കാര്യം ബോധ്യപ്പെടും. എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവകൃപയെ എന്തിനുപയോഗിക്കുന്നെന്നാ? ദുഷ്കാമ വൃത്തിക്ക്. എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക്, വൃത്തികേടുകൾക്ക്, സ്വയമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വയ ആഗ്രഹങ്ങളുടെ അഭിലാഷത്തിന് വേണ്ടി, സ്തോത്രം, സ്വന്തം കാര്യങ്ങളുടെ വെസ്റ്റഡ് ആയിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവകൃപയെ ഉപയോഗിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ തിരുവചനം പറയുന്നു അതെന്താണ്? ദൈവവചന വിരുദ്ധമായ കാര്യമാണ്. ദൈവമക്കൾ വളരെ ഫേമായി അതിനെതിരെ നിലകൊള്ളണം. സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞ പാപത്തിൽ തുടർന്നാൽ നോ പ്രോബ്ലം. ശരിയാണോ ആ ടീച്ചിങ്? പാപത്തിൽ തുടർന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയായ പഠിപ്പിക്കലാണോ? നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകാം, പാപത്തിൽ നിന്ന് കൃപയിൽ നിന്ന് വീണ എങ്ങോട്ടാ വീഴുന്നത്? കൃപയിലേക്കാ വീഴുന്നെന്നാ പറയുന്നത്. ഒരാൾ കൃപയിൽ നിൽക്കുന്ന ആൾ പാപം ചെയ്താൽ നേരെ എങ്ങോട്ടാ വീഴുന്നത്? പിന്നെ അതിന്റെ താഴെ കൃപ വെച്ചിട്ടുണ്ട് അവനെ പ്രത്യേകിച്ച് പിടിക്കാനായിട്ട് എന്ന് വേണ്ട എന്തൊക്കെ പഠിപ്പിക്കലുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തല്ല, വചനാടിസ്ഥാനത്തിൽ യൂദ ഇവിടെ കണ്ടം ചെയ്യുക. യൂദ പറയുന്നു ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഉപയോഗിക്കുന്ന ചില മനുഷ്യന്മാര് ഇവിടെ നുഴഞ്ഞു വന്നിരിക്കുന്നു. എവിടെ വന്നെന്നാ? ദൈവമക്കളെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്നതാ. അല്ല പുറത്ത് വന്ന കാര്യമല്ല. ഇത് ഔട്ട്സൈഡേഴ്സിനെ ഉദ്ദേശിച്ചല്ല ഈ ലേഖനം. ദൈവജനത്തിന്റെ ഇടയിലേക്ക് ഈ സംഗതികൾ കടന്നു വന്നിട്ടുണ്ട്. തിരുവചനാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നല്ലോ, പത്രോസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2 പത്രോസ് 3:4 സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എന്നുണ്ടാകുമെന്ന അന്ത്യകാലത്തുണ്ടാകും.
അപ്പം സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന, ഇന്ന് പല സംഗമങ്ങൾ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടിയാ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റു വിധ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വേർപാടിന്റെ ഉപദേശം പറഞ്ഞാൽ ആരെയും കേൾക്കാൻ ആരെങ്കിലും കാണുമോ? നിങ്ങൾ ചിന്തിച്ച്, വചനത്തെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളല്ലേ? മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ സന്താനമല്ലേ നമ്മളൊക്കെ? ദൈവത്തിന്റെ ഗുണവിശേഷ ലക്ഷണം എന്താ പ്രധാനപ്പെട്ടത്? ദൈവം വിശുദ്ധനാ. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിലെ പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത് എന്താ? ദൈവം വിശുദ്ധൻ അല്ല, ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനാണ്. അപ്പൊ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളായ നമുക്ക് എന്ത് വേണം? വിശുദ്ധി വേണ്ട, വേർപാട് വേണ്ട. ഇതൊക്കെ ഇന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് പഴഞ്ചനാന്നാ പറയുന്നത്. സ്തോത്രം, ഇത് പഴഞ്ചൻ സാധനമാന്നാ. പ്രിയമുള്ളവർ, ഇത് പഴഞ്ചനല്ല. ഇത് ലോകത്തിന്റെ മൂടുപടം ഇട്ട് കേൾക്കുന്നവർ ഇത് പഴഞ്ചനാണ്. എന്നാൽ ദൈവകൃപയുടെ അനുഭവം ഉള്ളത്തിൽ ആമെ ചാലിച്ച ദൈവമക്കൾക്ക് ഇത് പഴഞ്ചനൊന്നുമല്ല, അത് പുതുമയുള്ളതാണ്. അത് നിത്യജീവങ്കിലേക്കുള്ള കാൽവെപ്പുകളാണ്, ചവിട്ടുപടികളാണെന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേ, ഇന്ന് വേർപാട്, അതുപോലെ വിശുദ്ധി, ഇതെല്ലാം അന്യം നിന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഇങ്ങനെ അന്യം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര പേരുണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ധൈര്യസമേതമുള്ള? എത്ര ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്? എന്നോടും കൂടെയായി വചനം സംസാരിക്കുന്നത്, എന്നോടും കൂടെ വചനം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ടതായിട്ടുണ്ട് സഹോദരങ്ങളെ. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. സ്തോത്രം. അപ്പൊ പാപം ചെയ്താൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത ടീച്ചിങ് എവിടെ കടന്നു വന്നെന്നറിയാമോ? ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു വരിക. നമുക്കറിയാം, ഈ ദുരുപദേശം അല്ലെങ്കിൽ ഈ അശുദ്ധി, വിശുദ്ധി ഇല്ലായ്മ, വേർപാട് എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറയാം, ഏശാവും യാക്കോബിന്റെ കഥയ്ക്കകത്ത് എന്താ ഏശാവിന് പറ്റിയ പ്രശ്നം? ഏശാവ് ഞാൻ വലിയ പാപം ചെയ്യാൻ പോയോ? ചിന്തിച്ചു കഴിഞ്ഞാൽ ഏശാവ് വലിയ പാപമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ആ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ എന്താ പറ്റിയത്? യാക്കോബ് വെച്ച് നീട്ടിയ ആ പായസത്തിന്റെ മുമ്പിൽ, ഏത് പായസവാ? നല്ല കണ്ണിന് കുളിർമയേകുന്ന, വിശപ്പ് വന്നപ്പോൾ അത് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് ഒന്നുകൂടെ അവനെ കൊതിപ്പിക്കുന്ന ആ പായസത്തിന്റെ മണവും അതിന്റെ നിറവും ആരെ ആകർഷിച്ചെന്ന? ഈ ഏശാവിനെ ആകർഷിച്ചു. അപ്പൊ ഇത് ആകർഷിച്ചു കഴിഞ്ഞ ഇവൻ എന്താ പറ്റി? ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. അതവിടെ പറ്റിയ പ്രശ്നം അല്ല, കഴിച്ചത് മാത്രമല്ല പ്രശ്നം, അവൻ ആ പായസത്തിന് വേണ്ടി അവന്റെ ഏറ്റവും ഉന്നതമായ ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരിക്കേണ്ടത്, ജ്യേഷ്ഠാവകാശത്തിന്റെ ഉന്നതമായ അധികാരങ്ങളും ആനുകൂല്യങ്ങളും ആര് നശിപ്പിച്ചു? ഈ മനുഷ്യൻ നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവന്റെ ആ വേർപാട്, അവന്റെ വിശുദ്ധി, അതിന്റെ തനിമ ഈ മനുഷ്യൻ നഷ്ടപ്പെടുത്തി. പ്രിയമുള്ളവരെ, പായസം എന്ന ജഡീക സുഖത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം എന്ന ജ്യേഷ്ഠാവകാശം ഒരു കാരണവശാലും ആര് നശിപ്പിക്കുവാൻ പാടില്ല? ദൈവമക്കൾ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശുദ്ധിക്ക് നിരക്കാത്ത നിരവധി അനുഭവങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ഇതെന്തിനെതിരാണ്? വചനത്തിനും വിശ്വാസ രൂപങ്ങൾക്കും എതിരാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുൻപോട്ട് നീങ്ങാൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ദുരുപദേശക്കാർക്കെതിരെ ഇവിടെ യൂദ പ്രധാനമായും ഓർപ്പിക്കുന്ന 3 മുന്നറിയിപ്പുകൾ, നമുക്ക് ആ മുന്നറിയിപ്പുകളുടെ സമയത്തിന്റെ ലഭ്യത പ്രകാരം നമുക്ക് ചിന്തിച്ച് ഇവിടെ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ആ 3 മുന്നറിയിപ്പുകൾ? ആർക്കെതിരെയാണ്? വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ കഴിയാത്തവർക്കും അതുപോലെ ദുരുപദേശം കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള ബന്ധത്തിൽ ഇവിടെ യൂദ പറയുന്ന 3 മുന്നറിയിപ്പുകളുണ്ട്. അതിലെ ഒന്നാമത്തെ മുന്നറിയിപ്പാണ് 5-ാം വാക്യം. എന്താണ് 5-ാം വാക്യം? നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒന്നാമത്തെ മുന്നറിയിപ്പ്. എന്താണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്? ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് മിസ്രയീം വിട്ട ഇസ്രായേൽ ജനത്തിന്റെ കാര്യം ഓർപ്പിക്കുക. ഇവിടെ എന്താ അവർക്ക് പറ്റിയത്? ചിലര് പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാം ഓക്കെ ആയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നെവർ. ബൈബിള് നമ്മൾ പഠിച്ചാൽ അങ്ങനെ ചിന്തയെ കാണാൻ കഴിയുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? രക്ഷയിൽ
അവൻ നിലകൊള്ളണം, രക്ഷയിൽ അവൻ വസിക്കണമെന്നാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം ഇനി രക്ഷിക്കപ്പെടും, അല്ല രക്ഷപ്പെടുമെന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള ഒരു ത്രികാല പ്രോസസ്സിന് വേണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു സത്യമുണ്ട്. ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളോട് വചനം ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അതിനകത്ത് അകപ്പെട്ടു പോകുന്ന ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്? മിസ്രൈം വിട്ട ഇസ്രായേൽ ജനത്തിന്റെ കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ആ സംഭവങ്ങൾ അറിയാമെങ്കിലും ഞാൻ ആ വിഷയം അതിന്റെ കാരണങ്ങളൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ കാരണം എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചാണ്. എന്തുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ നശിപ്പിച്ചു? ദൈവത്തിന്റെ വിളി കേട്ടവരാണ്, പെസഹായും ചോരത്തളിയും ആചരിച്ച ജനമല്ലേ? ഇല്ലേ? ദൈവം വിളിച്ചവരല്ലേ? മോശ ചെന്നിട്ട് ഇവരെ കൊണ്ട് വന്ന ഒരാളല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ ജനം എവിടെ ചെന്നില്ല? കനാൻ നാട്ടിൽ ചെന്നില്ലെന്നേ. 6 ലക്ഷത്തിൽ പരം ആൾക്കാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവരെല്ലാവരും എവിടെ ചെന്നിട്ടില്ല? കനാൻ നാട്ടിൽ ചെന്നില്ല. അതാണ് യൂദാ ഓർപ്പിച്ചത്, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചെന്നാ വാക്യം. വിശ്വസിക്കാത്തവരെ. അപ്പൊ ചോദ്യം, ഇവര് വിശ്വസിച്ചിട്ടല്ലേ ഇറങ്ങിയത്? ഇവര് പിന്നെ എന്തിനാ പിടിച്ചവരെ ഇറക്കിയത് എന്നൊക്കെ ചോദ്യങ്ങൾ ന്യായമായും വരാം. എന്താണ് ഇത് സംബന്ധിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായി നമ്മുടെ സമയത്തെ ഒന്ന് വേദനിക്കാം. ഈ ഇസ്രായേൽ മക്കളുടെ ആ ബൃഹത്തായ ചരിത്രത്തെ യൂദാ ഒറ്റ വാക്കിലാ പറയുന്നത്. എന്താ ഒറ്റ വാക്കിൽ പറയുന്നത്? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നമുക്ക് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. നമുക്കറിയാവുന്ന വേദഭാഗമാണെങ്കിലും അതിനകത്തൊന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ദയവായി വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ ചാപ്റ്റർ 10 വേഴ്സ് 1 ഫോളോയിങ് ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന് 6-ാം വാക്യമുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ വേദഭാഗത്ത് നിരവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് 6-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചോ? അവർ മോഹിച്ചത്. എന്താ മോഹം എന്ന് പറഞ്ഞാൽ? എന്താ മോഹം? അല്ലെങ്കിൽ അതിന് മറ്റൊരു ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറയാം, അല്ലെ? ആഗ്രഹിക്കുക. ആഗ്രഹത്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഭാവമാണ് എന്ത്? മോഹം എന്ന് പറയുന്നത്. ആഗ്രഹത്തിന്റെ ഒരു നെഗറ്റീവ് തലമാണ് എന്ത്? മോഹം എന്ന് പറയുന്നത്. ആഗ്രഹിക്കാമോ? ദൈവമക്കൾക്ക് ആഗ്രഹം പാടുണ്ടോ? ന്യായമായ ചോദ്യം. നിങ്ങൾ എന്താ പറയുന്നു? ദൈവമക്കൾക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? തീർച്ചയായും ദൈവമക്കൾക്ക് ആഗ്രഹിക്കാം. ആഗ്രഹം തെറ്റാണോ? ഡിസയർ തെറ്റാണോ? ഡിസയർ ഒന്നും തെറ്റൊന്നുമല്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ബൈബിളിലൂടെ നിങ്ങൾ പെട്ടെന്ന് ഓരോരുത്തരെ ഈ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എന്താണ് ദൈവമക്കൾക്ക് ആഗ്രഹിക്കാമോ? ഞാൻ ശ്രദ്ധിക്കണം, ആഗ്രഹത്തിന്റെ നെഗറ്റീവ് തലമാണേത്? മോഹം. മോഹം നമുക്ക് പാടില്ല, അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ആഗ്രഹമാണെങ്കിൽ പോലും അത് എങ്ങനെയുള്ള ആഗ്രഹമായിരിക്കണം? നമുക്കൊന്ന് ചിന്തിക്കാലോ. സങ്കീർത്തനം 21-ന്റെ 2-ാം വാക്യം ഒരാൾ വായിക്കണം, മറ്റൊരാൾ സങ്കീർത്തനം 37-ന്റെ 4 വായിക്കണം, വേറൊരാൾ 27-ന്റെ 4 ഒന്ന് വായിച്ചാട്ടെ. പ്രാരംഭത്തിൽ 21-ന്റെ 2 ഒന്ന് വായിച്ചേ. നമ്മൾ അവിടെ എന്താ കാണുന്നത്? 21-ന്റെ 2 ഒന്ന് വായിച്ചാട്ടെ. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. മതി. അവിടെ എന്താ നമ്മൾ കണ്ടത്? അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. ഓ, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി പറയാനും സ്തോത്രം പറയാനും പറ്റിയൊരു വാക്യല്ലേ? തെറ്റുണ്ടോ അതിനകത്ത്? സഹോദരങ്ങളെ, തെറ്റൊന്നും അല്ല. നമ്മൾ ഈ വചനത്തിന്റെ ആ റൂട്ട് ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വാക്യം ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. എന്തോ ഒരു സന്തോഷമാണ്. ദൈവദാസന്മാരും പ്രവാചകന്മാരും ഒക്കെ ആണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് മിന്നിക്കുന്ന വാക്യങ്ങളാണ്. ഏതാണ്? ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകി. ഇനി 37-4 വായിച്ചാൽ 37-4 സങ്കീർത്തനം 37-4 എന്താ നമ്മൾ അവിടെ വായിക്കുന്നത്? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
ആ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. എന്റെ ഈ വാക്യം ബൈബിളിലെ വാക്യമല്ല, തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് രസിക്കുന്നെങ്കിൽ എന്ത് റീസൺ കൊണ്ടാ? ഞാൻ ആഗ്രഹിക്കുന്ന മൊത്തം എനിക്ക് കിട്ടും. ഇതല്ലേ? ഒന്ന് ചിന്തിച്ചാട്ടെ, ന്യായമായും ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടും എന്നുള്ള നിലയിൽ കർത്താവിൽ രസിക്കണമെന്ന് നമ്മൾ ന്യായമായും ചിന്തിച്ചു പോകാറുണ്ട് ആ വാക്യ വെളിച്ചത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ആഗ്രഹം എന്താണ്? ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. രണ്ടാമത് എന്താ പറഞ്ഞത്? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. ഇനി 27:4 വായിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ കാണുന്നത്? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനു തന്നെ. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞല്ലോ, രണ്ടാഗ്രഹം പറഞ്ഞല്ലോ. ഈ രണ്ട് ആഗ്രഹത്തിൽ വേദപുസ്തകത്തിൽ നിങ്ങൾ വളർച്ചയിലേക്ക് നീങ്ങുന്നവരാണെങ്കിൽ ഇതിൽ ഏത് വാക്യമാ ആത്മീയ പക്വതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സൂട്ട് ഏതാ? ഒന്ന് ചിന്തിക്കാമോ? ഏത് വാക്യ? 27:4 അതേതാ? ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അല്ലെ? അതുപോലെ 73-ാം സങ്കീർത്തനം 25-ാം വാക്യം നോട്ട് ചെയ്താൽ മതി, ഞാൻ തന്നെ പറയാം. 73-ന്റെ-25-ാം വാക്യം. എന്താ വാക്യം? നിങ്ങൾക്കറിയാലോ. എന്താണ് ആ വാക്യം? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ലൊരു വാക്യം അത്. അപ്പൊ നമ്മൾ ഈ 3-4 വാക്യം വായിക്കുമ്പം നിങ്ങൾ ഇത് ഏത് വാക്യത്തെ കയറി പിടിക്കും? സ്തോത്രം. ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ 37:4 പിടിക്കുവോ, 21:2 പിടിക്കുവോ, അത് 27:4 എവിടെയാ നമ്മൾ കയറി പിടിക്കുക? സ്തോത്രം. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ചാടി പിടിക്കുന്ന വാക്യത. എല്ലാ വാക്യം ബിബ്ലികമാണ്, ഒതന്റിക്കേറ്റഡ് ആണ്, ദൈവശ്വാസീയമാണ്. 73-25 പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കണം. അപ്പോൾ ആ ആഗ്രഹത്തിലേക്ക് വരണം. ഇപ്പൊ ഈ ജനങ്ങളെ, ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചത് മൊത്തം അവർക്ക് കിട്ടിയോ? നമ്മൾ 106-ാം സങ്കീർത്തനം 15-ാം വാക്യം നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ അപേക്ഷിച്ചതിനെ ദൈവം അവർക്ക് കൊടുത്തെന്ന്. 106:15 പറയുന്നുണ്ട്, അവർ അപേക്ഷിച്ചതിനെ ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെ എന്താ പറ്റിയെന്നാണ്? അവരുടെ പ്രാണന് ക്ഷയം വന്നു. ഇങ്ങനെയാണ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇങ്ങനെയാണ് കുറെ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പൊ നിങ്ങളോട് ഞാൻ സത്യം പറയാം, നമ്മൾ ഈ ഭൂമിയിൽ അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ന്യൂസിലാൻഡിലായാലും ഇന്ത്യയിലായാലും ഏത് രാജ്യത്തായാലും നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ഭൂമിയിലെ ഏത് കാര്യങ്ങൾ നാം ആഗ്രഹിച്ചാലും അത് ക്ഷയം വരുന്നതാണ്. അത് നമുക്കും പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും അല്ല. ആമേൻ. അതിന് ആത്യന്തികമായി നമ്മൾ ആരെ ആഗ്രഹിക്കണം? ദൈവത്തെയാണ് ആഗ്രഹിക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ ജീവനും ചൈതന്യവും ദൈവകൃപയുടെ മഹത്തായ അനുഭവങ്ങൾ വ്യാപരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ വേദഭാഗത്ത് ഈ ജനത്തെ ദൈവം നശിപ്പിച്ചു. ആരെ നശിപ്പിച്ചു? ഇസ്രായേൽ മക്കളെ ദൈവം നശിപ്പിച്ചു. എന്താണ് അതിന് കാരണങ്ങൾ? വാക്യങ്ങൾ വായിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ജനം ദൈവത്തോട് മത്സരിച്ചു. അവരുടെ പ്രശ്നം ഇതൊക്കെ. ഒന്നാമത്തെ എന്താണ്? അവർ ദൈവത്തോട് മത്സരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വിധികളിൽ നടക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കാതെ, അവന്റെ ചട്ടങ്ങളിൽ സഞ്ചരിക്കാതെ അവർ ദൈവത്തോട് ധിക്കരിച്ചു. യെഹെസ്കേൽ പ്രവചനം 20-13 വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ ദൈവത്തോട് ധിക്കരിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നണമെങ്കിൽ എന്തോ ചെയ്യണമെന്നാ? എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇരുന്നാലാണോ ദൈവത്തിന് ഇഷ്ടം വരുന്നത്? അത് നമ്മുടെ കാര്യമല്ലേ. നമ്മൾ എന്തിനു വേണ്ടി? നമുക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അത് മറ്റൊരു വശമാണ്. പക്ഷെ ദൈവത്തിന് ഇഷ്ടം വരുന്ന കാര്യമുണ്ടല്ലോ. എന്താ ദൈവത്തിന് ഇഷ്ടം വരുന്ന കാര്യങ്ങൾ? ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുക, അവന്റെ വഴികളിൽ സഞ്ചരിക്കുക, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുക, ദൈവപ്രസാദകരമായ ജീവിതം ചെയ്യുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന
പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ചു. യെഹെസ്കേൽ 20:13 പറയുന്നുണ്ട്, ഇവർ ദൈവത്തിന്റെ വിധികളെ, ചട്ടങ്ങളെ ഇവർ ധിക്കരിച്ചു. ആമേ, അവരങ്ങനെ മുൻപോട്ട് പോയി, അവർ മത്സരികളായി മാറി. അതാണ് ദൈവം അവരെ നശിപ്പിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. അതാണ്. രണ്ടാമത്തെ കാരണം സംഖ്യ 11:4 വായിക്കുന്നുണ്ട്. വാക്യം വായിപ്പിക്കുന്നില്ല. സംഖ്യ 11:4 പറയുന്നുണ്ട്, ഇവരെങ്ങനെയുള്ളവരായി മാറിയെന്നറിയാമോ? ഇവര് ദുരാഗ്രഹികളായി മാറി. അതാ നാം വായിച്ചത്. അവർ ദുർമോഹികളായി മാറി. ദുർമോഹം എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളോടും അതിയായ ആഗ്രഹം ഉണ്ടായി, തൃപ്തിയില്ലാത്തവരായി. ഒന്നിലും തൃപ്തിയില്ല. ഞാൻ പറയുന്നു, ദൈവമക്കൾക്ക് എല്ലാ മേഖലയിലും, ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും പ്രിയമുള്ളവരെ, നമുക്ക് തൃപ്തി ഉണ്ടാകണം. പണ്ടൊരാള് പറഞ്ഞു, ഉള്ള അവസ്ഥയിലെ തൃപ്തിയാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുണ്ടായി. നമ്മുടെ ഉള്ള അവസ്ഥയിലെ തൃപ്തി ഉണ്ടല്ലോ, അത് ദൈവം തരുന്നൊരു കാര്യമാണ്. തൃപ്തി നമുക്ക്, ചില ആൾക്കാർക്ക് ഒരിക്കലും ഒരു തൃപ്തി അവർക്കില്ല. അവർ എവിടെ കൊണ്ടിട്ടാലും അവർക്ക് തൃപ്തിയില്ല. അവർ ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് തൃപ്തിയില്ല. അവർ തൃപ്തിയില്ലാത്തവരായി സഞ്ചരിക്കുന്നവരാണ്. തൃപ്തി ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവമായിട്ട് ഇവനൊക്കെ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് തൃപ്തിയില്ലാതെ വരുന്നത്. ദൈവമായി ബന്ധമുള്ളവന്റെ പ്രത്യേകത എന്താണ്? അവന് ഭയങ്കര തൃപ്തി ഉണ്ടാകും. ഈ ജനത്തിന് പറ്റിയ പ്രശ്നം എന്താണ്? ഇവര് ദുരാഗ്രഹികളായി, ഇവര് ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം ഈ ജനത്തെ നശിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേ, അപ്പോസ്തലപ്രവൃത്തി 7:39 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചാട്ടെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. നോക്കിക്കേ, അവിടെ നമ്മൾ വായിക്കുന്നു, അവർ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല, പിന്നെ ദൈവത്തെ തള്ളിക്കളഞ്ഞു, ഹൃദയം മിസ്രൈമിലേക്ക് തിരിച്ചു. കണ്ടോ? അപ്പൊ ലോകത്തിലേക്ക്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. അപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോഴും ഒരു മെസ്സേജ് കേൾക്കുമ്പോഴും ഇല്ലേ, നമ്മൾ ദൈവം ഭാഗേക്ക് ഇരിക്കുമ്പോഴേ നമുക്ക് എങ്ങോട്ട് പോകാനാ താല്പര്യം വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളുടെ ഒരു മെസ്സേജ് കേട്ടാൽ നമുക്ക് വീണ്ടും ലോകത്തിലെ കുറെ സാധനം കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹമാണോ, അത് ദൈവത്തിലേക്ക് ചേരാനുള്ള ആഗ്രഹമാണോ? കർത്താവ് നീ ഒന്ന് വന്നാൽ മതി, കർത്താവ് നീ ഒന്ന് വന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ചിന്തയാണോ നമുക്ക് വരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ പറയുന്നു, ലോകത്തിലേക്കും ലോക വിഷയങ്ങളിലേക്കും ഒക്കെയാണ് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ വിശ്വാസം ഇവിടെ ക്ഷീണിച്ചു പോകും. അത് എങ്ങനെയാ പോകും നമുക്ക് പോലും അറിയാൻ. ഇതൊക്കെ സ്വാഭാവികമായി പോകുന്ന കാര്യങ്ങളാണ്. ഒറ്റയടിക്കൊന്നും ആര് പിന്മാറ്റക്കാരനായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യനും ഇന്ന് വരെ ഒറ്റയടിക്ക് പിന്മാറ്റക്കാരനായിട്ട് മാറിയിട്ടില്ല. ക്രമേണ 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 ലോകമകത്ത് കയറി അവൻ അങ്ങനെ അതിലൂടെ വചനത്തെ പാരായണം ചെയ്ത് ദൈവഭക്തിയും വിശുദ്ധിയും നഷ്ടപ്പെട്ട് അവസാനം എങ്ങനെ മാറുന്നറിയാമോ? ഒരു പിന്മാറ്റക്കാരനായിട്ട് ദൈവവേദനാണെന്നുള്ള വേഷം കെട്ടുമ്പോൾ തന്നെ അവന് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിനകത്ത് ആര് കയറിയിട്ടുണ്ട്? ലോകം കയറുന്നത് കൊണ്ടാണ്. സ്തോത്രം. മിസ്രൈം കയറുന്നത് കൊണ്ടാണ്. അതാ ഈ വാക്യം വായിച്ചത്. ദൈവത്തിന് കീഴ്പ്പെട്ടില്ല, ദൈവത്തെ തള്ളിക്കളഞ്ഞു, ഹൃദയം മിസ്രൈമിലേക്ക് തിരിച്ചെന്ന 7:39. അപ്പൊ ഹൃദയം എങ്ങോട്ടാ? ഇവര് സീൻ മരുഭൂമിയിലും റഫീദീമിലും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരെവിടെയാ? അവിടുത്തെ ചിന്ത കൊണ്ട് ജീവിച്ച കുറെ മനുഷ്യന്മാരായി പോയി ഇവരെല്ലാവരും. ഇവരുടെ ബോഡി മരുഭൂമിയിലാണേലും ഇവരുടെ മനസ്സ് എവിടെ പോയി കിടക്കുകയാണ്? മിസ്രൈമിൽ പോയി കിടക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് പോകാനുള്ളതല്ല, ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്റെ വചനത്തിലേക്കും നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് ഉയർത്തപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ പരാജയത്തിന്റെ കാരണം എന്തൊക്കെയാണ്? 1, മത്സരം; 2, ദുരാഗ്രഹികളായിട്ട് മാറി; 3, ദൈവത്തിന് കീഴ്പ്പെടാതെ അവർ ഹൃദയം അവരെങ്ങോട്ട് തിരിച്ചു? മിസ്രൈമിലേക്ക് അവർ തിരിച്ചു. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരാണോ? അല്ലേ? അവർ രക്ഷപ്പെട്ട, നമ്മുടെ ഭാഷ പറഞ്ഞ രക്ഷപ്പെട്ട ജനമാണ്, സ്നാനപ്പെട്ട ജനമാണ്. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നവരെന്നാണ്. മേഘത്തിലും സമുദ്രത്തിൽ സ്നാനം എടുക്കാന്ന് പറഞ്ഞാൽ അവർ ജലത്തിലെ സ്നാനം സ്വീകരിച്ചു,
മേഘത്തിലെ സ്നാനം ആത്മസ്നാനം പ്രാപിച്ചെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ പ്രാപിച്ച ജനം ഒരേ ആത്മീയാഹാരം കഴിച്ച് ഒരേ ആത്മീയ പാനീയം കുടിച്ച് ഗ്ലോറിയൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി മുൻപോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തിന്റെ വഴിത്താരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവന്മാർ എത്ര പേര് കാനാനാട്ടിൽ ചെന്നു? സ്തോത്രം. എത്ര പേര് എന്ന ഇറങ്ങി തിരിച്ചവരിൽ യോശുവയും കാലവും അല്ലാതെ ഒരാൾ പോലും എവിടെ ചെന്നില്ല? കനാനാട്ടിൽ പോയിട്ടില്ല. ഇത് ഈ പ്രസംഗിക്കുന്ന എനിക്കൊക്കെ ഒരു എന്താ പറയുക, ഹൃദയത്തിന്റെ അന്തരഭാഗങ്ങളിൽ പിടിച്ചത് ചിന്തിക്കേണ്ടുന്ന വചനങ്ങളാണ്. അവർ രണ്ടുപേര് മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ. അവർ കനാനാട്ടിൽ എത്തപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മരുഭൂമിയിൽ പെട്ടുപോയി. ഇവര് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സങ്കീർത്തനം 106:25 വായിക്കാമോ? അവിടെ ഒരു വാക്യം ശ്രദ്ധേയമായി പറഞ്ഞിട്ടുണ്ട്. 106-ാമത്തെ സങ്കീർത്തനം അതിന് 25-ാം വാക്യം ഒന്ന് വായിച്ച്. 25-ാമത് വാക്യം. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെ ഇരുന്നു. കണ്ടോ, അവിടെ പറഞ്ഞെന്താ? കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. അവ പോകുന്നിടത്ത് പിറുപിറുത്തത് കൂടാതെ കൂടാരത്ത് വീട്ടിൽ വെച്ചും പിറുപിറുത്തന്നെ. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ വെച്ചും പിറുപിറുത്ത് ദൈവവചനത്തെ അവർ കേൾക്കാതെ ഇരുന്നു. സ്തോത്രം. അപ്പൊ എന്തുണ്ട്? അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്, ശെഖേന ഇറങ്ങി വരുന്നുണ്ട്, പാളയത്തിൽ ആൾക്കാർ പ്രവചിക്കുന്നുണ്ട്, ഭയങ്കര പരിപാടി നടക്കുന്നുണ്ടെങ്കിലും പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്തോത്രമുണ്ട്. ഇതെല്ലാം ഉയരേണ്ടിയ സ്ഥാനത്ത് എന്തുയർന്നു വന്നെന്നറിയാമോ? പിറുപിറുപ്പ് വർദ്ധിച്ചു. മർമറിങ്. ദൈവമക്കളെ, മർമറിങ് എന്ന് പറയുന്നത് വളരെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവരുടെ ഇടയിൽ പിറുപിറുപ്പ് വർദ്ധിച്ചു. ഒന്ന് ചിന്തിച്ചാട്ടെ, അവരുടെ ജീവിതം എത്ര സുന്ദരമാ. നമ്മളിപ്പോ കറണ്ട് ബില്ലൊക്കെ അടച്ച് നമ്മുടെ ഇടപാട് തീരാറുണ്ട്. അവർക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, വെള്ളത്തിന് പൈസ കൊടുക്കേണ്ട, ഇല്ലേ, ഭക്ഷണത്തിന് പൈസ കൊടുക്കേണ്ട, ഒരു കാശ് ഇവർക്കും കൊടുക്കണ്ട, എല്ലാം ഫ്രീയാ. ഇല്ലേ, നിങ്ങൾ നാട്ടിലെ ബില്ല് നിങ്ങൾക്ക് മാസം വരുമ്പോൾ അറിയാലോ എത്രമാത്രം ബില്ല് നമ്മൾ അടയ്ക്കുന്നുണ്ട്. വെള്ളത്തിന് പൈസ നമ്മൾ അടയ്ക്കുന്നുണ്ട്, ഭക്ഷണത്തിന് എത്രമാത്രം കാശാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഈ ജനത്തിന് ഇതൊന്നും മുടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവർക്ക് ഇതൊന്നും ചെയ്യാതെ അത്യുന്നതനായ ദൈവത്തിന്റെ മേഘത്തിന്റെ തണലിന്റെ കീഴിൽ ഇവർ സഞ്ചരിക്കപ്പെട്ടിട്ടും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ദൈവം ആരാണെന്ന് ഈ ജനത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ ഹൃദയം എങ്ങോട്ട് തിരിഞ്ഞു? മിസ്രൈമിലേക്ക് അവരുടെ ഹൃദയം തിരിഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവന്മാർക്ക് ഒരെണ്ണത്തിനും ഉള്ളിൽ വിശ്വാസം ഇല്ലായിരുന്നെന്നർത്ഥം. സ്തോത്രം. ഉണ്ടായിരുന്നോ? വിശ്വാസം ഉണ്ടായിരുന്നോ? ഇവരിങ്ങനെ യാന്ത്രികമായി സഞ്ചരിച്ചവരായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം നന്നായി ഹൃദയത്തിനകത്തില്ല, വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ട വചനങ്ങൾ വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾ ഈ ദുശാഠ്യമുള്ള ജനത്തിന് വേറെ ഇല്ലേ പാസ്റ്റേ? ശാപ്പാടൊക്കെ ദൈവം കൊടുത്താ വിട്ടത്, വേണമെന്നെല്ലാം കൊടുത്തു വിട്ടു. ദുശാഠ്യമുള്ള കർത്താവ് പറഞ്ഞു, എനിക്ക് ആ തലമുറയോട് നീരസം എന്നൊരു വാക്യമുണ്ട്. അങ്ങനെ നീരസം ഉണ്ടായിട്ടും ദുശാഠ്യമുള്ള ഈ ജനത്തിന് വരെ കർത്താവ് എന്ത് കൊടുത്തു? ഫുഡും കൊടുത്തു, വെള്ളവും കൊടുത്തു. ഭൗതികമായി ഒന്നും കർത്താവ് വിലക്കിയിട്ടില്ല സഹോദരങ്ങളെ. സ്തോത്രം. അതൊന്നും ദൈവം വിലക്കിയിട്ടേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് എന്തിനു വേണ്ടിയാ പോരാടിയതും? ഇവര് ഫുഡ് അടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് കൂടുതൽ വഴക്കുണ്ടാക്കിയതും ഒക്കെ മൊത്തം അതിനു വേണ്ടിയാ. ചാപ്പാട് കഴിക്കാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് മൊത്തം. പക്ഷെ അവസാനം എന്താ പറ്റി? ഇവരുടെ ജീവിതത്തിൽ ദൈവിക വിശ്വാസം അങ്കുരിക്കപ്പെട്ടില്ല. നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഇന്നത്തെ പല പ്രസംഗം എന്താ അർത്ഥം പറഞ്ഞാൽ, ദൈവമക്കളെ, നാളെ നിങ്ങൾക്ക് മന്ന കിട്ടാൻ പോവുകയാണ്, നാളെ നിങ്ങൾക്ക് കാട കിട്ടാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആവേശം കൊണ്ട് തുള്ളിച്ചാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ദൈവമാണ് വിളിച്ചതെങ്കിൽ നമുക്ക് വേണ്ടി തരാൻ ആര് സർവശക്തനാണ്? ദൈവം തരാൻ കഴിവുള്ളവൻ. അത് പ്രസക്തമായ കാര്യങ്ങളല്ല, അതൊക്കെ ദൈവം തന്നോളും. അതല്ലേ സത്യം? അത് ദൈവം തരുന്ന കാര്യം. അതിനൊരു പ്രസക്തിയില്ല. നമ്മളെന്താ ഈ ജനത്തിനെ പറ്റിയ അബദ്ധം എന്താ? ഇവരുടെ ഉള്ളിൽ ദൈവവചനത്തിന്റെ വിശ്വാസത്തിന്റെ ആഴം അങ്കുരിക്കപ്പെട്ടില്ല. അവര് ഭൗതികതയിലൂടെ സഞ്ചരിച്ചു. പക്ഷെ അവർക്ക് ആരെ കണ്ടെത്താൻ പറ്റിയില്ല? ക്രിസ്തുവിനെ, ദൈവത്തെ അറിയാൻ പറ്റിയില്ല. അതാ പൗലോസ് പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പറഞ്ഞവരെ കുറിച്ച് ആ പാറ ആരായിരുന്നെന്ന? ക്രിസ്തുവായിരുന്നു. കേട്ടോ, നമ്മൾ ഇന്ന് സേവിക്കുന്ന നമ്മുടെ ക്രിസ്തു അവരെ അനുഗമിച്ച പാറയാ, അടിക്കപ്പെട്ട പാറയാ, പിറക്കപ്പെട്ട പാറയാ, അവർ കുടിച്ച പാറയാണ് ക്രിസ്തു. ആ അനുഗമിച്ച പാറയെ, ആ ദൈവിക കരുതലിനെ വിശ്വാസമായി പരിണമിക്കാൻ കഴിയാതെ മിസ്രൈമിലേക്ക് പോയ ജനം മുഴുവൻ എവിടെ ചെന്നെന്നറിയാമോ? പിന്നത്തേതിൽ
ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാണ് വേദപുസ്തകം പറയുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ്. രക്ഷിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമായ ദൈവജനത്തോട്, പാസ്റ്റേഴ്സിനോടും വിശ്വാസികളോടും ദൈവത്തിന്റെ സർവ്വജനങ്ങളോടും യൂദ വിളിച്ചു പറയുന്നു, വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കൊള്ളണം. നുഴഞ്ഞുകയറ്റക്കാർ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ എടുത്തു കളയുന്ന ലോകചിന്ത, ധനത്തിന്റെ ചിന്ത, ലോകത്തിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അവർ പ്രവേശിപ്പിക്കുവാൻ ശ്രമം നടത്തുമ്പോൾ നിലകൊള്ളാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഈ ജനത്തിന് പറ്റിയ അതേ പരാജയം ആര് ഏറ്റുവാങ്ങും? നമ്മളും ഏറ്റുവാങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് നിദാനമായി നില സഞ്ചരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. സമയം മുമ്പോട്ട് പോയല്ലോ. രണ്ട് മുന്നറിയിപ്പൂടെ പറയാനുണ്ട്, വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ദൂതന്മാരുടെ ന്യായവിധി പറയുന്നുണ്ട്. ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം മുമ്പോട്ട് പോയല്ലോ. 6-ാം വാക്യം ദൂതന്മാരെ ദൈവം ന്യായം വിധിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ ന്യായവിധി ഒന്ന് പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുക. എന്താണ് മൂന്നാമത്തെ ന്യായവിധി? വാക്യം 7, 7-ാം വാക്യം നിങ്ങൾ വായിച്ച് 7-ാമത്തെ വാക്യം ദയവായി പെട്ടെന്ന് വായിച്ചാട്ടെ. എന്താണ് അവിടെ പറയുന്ന മുന്നറിയിപ്പ്? ഒന്ന് വായിച്ചാട്ടെ 7-ാം വാക്യം. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡ മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നോക്കി, അവിടെ പറയുന്ന കാര്യം പുരാതന പട്ടണങ്ങളായിരിക്കുന്ന സോദോം ഗോമോറ എന്ന പട്ടണത്തെ ദൈവം ന്യായം വിധിച്ച കാര്യം പറയുന്നു. അപ്പൊ മൂന്ന് മുന്നറിയിപ്പുണ്ട്. ഒന്നാമത്തെ മുന്നറിയിപ്പ് ഏതാണ്? നിങ്ങൾ ബൈബിളിലൂടെ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം വിധിച്ച ന്യായവിധി മുന്നറിയിപ്പ്, അവരുടെ ചരിത്രം പറയുക. രണ്ടാമത്തെ മുന്നറിയിപ്പ് ഏതാണ്? ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്ന മുന്നറിയിപ്പ്. മൂന്നാമത്തെ മുന്നറിയിപ്പ് സോദോം ഗോമോറ എന്ന പട്ടണത്തെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് പറയുക. ഇനി എന്താ ഇവിടെ സംഭവിച്ച കാര്യം ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് മുൻപോട്ട് പോകാം. എന്തുകൊണ്ടാണ് ദൈവം സോദോം ഗോമോറ എന്ന പട്ടണത്തെ നശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? എന്താ പ്രധാനപ്പെട്ട? നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ അറിയാമെങ്കിലും ബൈബിളിലൂടെ നമുക്കൊന്ന് കയറി ഇറങ്ങാം. ആവർത്തന പുസ്തകം പെട്ടെന്ന് തന്നെ എടുത്താട്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 22, 25 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സ് 22 and 25 ഒന്ന് വായിച്ചാട്ടെ. എന്താണ് അവിടെ സംഭവിക്കപ്പെട്ട കാര്യം? അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സൊദോം ഗൊമോറ അദമാ സെബോയിം എന്നീ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളവും ഇല്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകവും ഉപ്പും കത്തിയിരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ഈ മഹാക്രോധാഗ്നിയുടെ കാരണം എന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. മതി. നമ്മൾ ആ വേദഭാഗം വായിച്ചപ്പോൾ എന്താ നമ്മളിവിടെ കണ്ടത്? ദൈവം തമ്പുരാൻ 4 പട്ടണങ്ങളെ നശിപ്പിച്ചു. സോദോം ഗോമോറ മാത്രമല്ല, പിന്നെ അവിടെ എന്തൊക്കെയാണ്? സോദോമുണ്ട്, ഗൊമോറയുണ്ട്, അധമ, സെബോയി. 4 പട്ടണങ്ങളെ ആര് നശിപ്പിച്ചായിരുന്നു? അന്ന് ദൈവം നശിപ്പിച്ചു. എന്താ അതിന് കാരണം? അവരും ദൈവഹിതത്തിന് വിരോധമായി സഞ്ചരിച്ചത് കൊണ്ട് ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. നമ്മൾ വായിക്കുന്നു, ദൈവം ആ പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്ന് സഞ്ചരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ മറന്ന് ആര് സഞ്ചരിച്ചാലും എന്താ സംഭവിക്കപ്പെടുക? ദൈവം മറിച്ചു കളയുമെന്ന. അവിടെ വിതയില്ല, വിളവുമില്ല, പുല്ലുപോലും മുളച്ചില്ലെന്ന്. വിതയും പോയി, വിളവും പോയി, പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു പരുവത്തിൽ ആ ദേശം മാറി. പ്രിയമുള്ളവരെ, അത് ചെറിയൊരു കാര്യമല്ല. ദൈവം ഒരാളെ മറിച്ചിട്ടാൽ, ദൈവം ഒരു ദേശത്തെ മറിച്ചിട്ടാൽ പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ മാറി നിന്ന് ചോദിക്കുക, ഇതിന്റെ കാരണം എന്താണ്? ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? സ്തോത്രം. നമുക്കറിയാം, ഇന്നും സോദോം ഗോമോറയ്ക്ക് സമാനമായ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാണ് നിങ്ങളെല്ലാവരും വചനത്തിന് മുമ്പാകെ. സോദോം ഗോമോറ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന് സമാനമായ ഒരു വൃത്തികേടുകൾ നിറഞ്ഞ, അധാർമികത നിറഞ്ഞ ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു. സ്തോത്രം. നിയമസാധ്യതകൾ പോലും അങ്ങനെയുള്ള ജീവിത ശൈലികൾക്ക് രാജ്യങ്ങളും രാഷ്ട്രങ്ങളും
സാധ്യതകൾ കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? വചനത്തിന്റെ നിവൃത്തീകരണം അതിന്റെ തെളിവിൽ വെളിപ്പെട്ട് വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജാഗ്രതയോടെ വേണം മുൻപോട്ട് നീങ്ങാൻ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. അന്ന് സോദോമും ഗൊമോറയും അധമയും സെബോയും തുടങ്ങിയ പട്ടണങ്ങളെ അവൻ വിളവും കൊയ്ത്തും ഒന്നും ഉണ്ടാകാതെ ദൈവം മറിച്ച് കളഞ്ഞെങ്കിൽ ഇന്നും ദൈവത്തിന് അതിന് വേറെ വഴി നോക്കണോ? സ്വത്രം. പാപം പെരുകുമ്പോൾ, വഷളത്വം പെരുകുമ്പോൾ ദൈവം അടങ്ങിയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. ദൈവത്തിന് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് റൈറ്റുകൾ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ മുൻപോട്ട് പോകണം എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ നിരവധി പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 49-50 വാക്യങ്ങൾ നിങ്ങളൊന്ന് ദയവായി വായിച്ചു നോക്കിക്കേ. അവിടെ കറക്റ്റായി അവിടുത്തെ കാരണങ്ങൾ പറയുന്നുണ്ട്. എസെക്കിയേൽ 16-ന്റെ 49-50 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 16-49-50. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീർപ്പുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. കണ്ടോ, നമ്മൾ അവിടെ എന്താ വായിച്ചത്? എസെക്കിയേൽ പറയുക, എന്തുകൊണ്ടാണ് ദൈവം സോദോമിനെയും ഗോമോറയും നീക്കിക്കളയാൻ കാരണം എന്താണ്? നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പ്രവാചകൻ പറയുന്ന എന്തൊക്കെയാണ്? ഗർവവും തീൻപുളപ്പും. ഈ കാലഘട്ടത്തിൽ എത്ര കറക്റ്റ് വാക്യ! തീൻപുളപ്പില്ലേ? ഇന്ന് തീൻപുളപ്പിന്റെ ഒരു കാലഘട്ടമല്ലേ? എന്തൊക്കെ ഫുഡ് എവിടൊക്കെ കിട്ടണം, തിന്നിടപാട് തീർന്നുകൊണ്ടിരിക്കുക. തീൻപുളപ്പ്, ഗർവവും തീൻപുളപ്പ്, പിന്നെ ഭക്ഷ്യസമൃദ്ധി ഇഷ്ടം പോലെയല്ലേ ഈ കാലഘട്ടത്തിൽ അല്ലേ? ഭക്ഷ്യസമൃദ്ധി, നിർഭയ സ്വൈര്യം, പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യല? പാവം പിടിച്ചവനെ സഹായിക്കുകയില്ല, എളിയവനെയും ദരിദ്രനെയും സഹായിക്കുന്നില്ല. അവരെങ്ങനെയായി മാറി? അഹങ്കാരികളായി മ്ലേച്ഛത ചെയ്തു. എസെക്കിയേൽ 16-ന്റെ 49-50 വാക്യങ്ങളാണ് നിങ്ങൾ വായിച്ചത്. അപ്പൊ ഇങ്ങനെ ഗർവത്തിലും തീൻപുളപ്പിലും ഒക്കെ ജീവിച്ച് മ്ലേച്ഛത ചെയ്ത ഒരു ദേശമാണ് സോദോം ഗോമോറ. അപ്പൊ അങ്ങനെയുള്ള സോദോം ഗോമോറയെ ദൈവം നശിപ്പിച്ചെങ്കിൽ പാപം ചെയ്താൽ കുഴപ്പമില്ല, ദൈവത്തെ വിളിച്ച് സേവിച്ച് ഗ്ലോറി പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പോയാ മതി എന്നൊരാൾ പഠിപ്പിച്ചാൽ സോദോം ഗോമോറയ്ക്ക് വന്ന അതേ ഗതി നിനക്ക് വരുമെന്നാണ് ആര് പറഞ്ഞത്? യൂദ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. ദയവായി നിങ്ങൾ വാക്യത്തെ ശക്തമായി അതിന്റെ ആ വാക്യത്തിന് അടിസ്ഥാനം ഗ്രഹിച്ചു കൊള്ളണം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയെ ദുഷ്കാവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഒരുപറ്റം ആൾക്കാർക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു എന്നാണ് യൂദ വിളിച്ചു പറഞ്ഞത്. നമുക്കും ഇവിടെ ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഗർവത്തെ അംഗീകരിക്കുന്നില്ല, ദൈവം അംഗീകരിക്കുന്നില്ല. തീൻപുളപ്പ്, നിർഭയ സ്വൈര്യം, എളിയവരെ ദരിദ്രനെ ഒക്കെ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, നമ്മൾ സഹായിക്കണം. ഇന്ന് പറഞ്ഞ അതൊക്കെ പറയുമ്പോൾ അസ്വസ്ഥരാണ്. സാധുക്കളെ, പാവം പിടിച്ചവരെ, ഒന്നുമില്ലാത്തവരെ നമ്മുടെ കയ്യിൽ അതിനുള്ള സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. സ്തോത്രം. അപ്പൊ ഈ ദേശം, ഈ ആളുകൾ അങ്ങനെ ചെയ്യാതെ മുൻപോട്ട് നീങ്ങി. സ്തോത്രം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇതുപോലുള്ള കാലഘട്ടമല്ലേ? ഇന്ന് സ്ത്രീകൾക്ക്, ഇന്ന് ദൈവം തമ്പുരാൻ വെച്ച കുടുംബം, അതിനു പോലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. ഇവിടെയെല്ലാം അതിന്റെ അതിപ്രസരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണ്ട? പണ്ട് കുടുംബ ബന്ധങ്ങൾ ആർക്കും വേണ്ട. വല്ലാത്ത പരുവത്തിൽ സോദോമ്യ പാപങ്ങളൊക്കെ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇത്തരത്തിൽ ഓർത്തു കൊള്ളണം, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും സമാഗതമായിരിക്കുക. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളണം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നുള്ള ചിന്തയും കൂടെ നമ്മുടെ മനസ്സിനെ ഭരിക്കണം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നമ്മെ തന്നെ ഇന്ന് ഈ സമയം സമർപ്പിക്കാം. വിശ്വാസത്തിന് വേണ്ടി ഒന്ന് പോരാടാൻ നിങ്ങൾ എത്ര പേര് ഈ സമയത്ത് തയ്യാറാകും? ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുടെ കൂടെയൊന്നും ആളുകൾ വളരെ ചുരുക്കമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നു, വചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവമാക്കണുകളെ അടച്ചാട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനോട് നിമിഷം ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ
നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസം, യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വിശ്വാസം, അപ്പോസ്തലന്മാരിലൂടെ, സഭകളിലൂടെ സ്തോത്രം നൽകപ്പെട്ട ആ വിശ്വാസം, ആ ഉപദേശ സംഹിതയ്ക്ക് വേണ്ടി ശക്തരായി നിലകൊള്ളുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന് വിശ്വാസം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുത്. മിസ്രൈമിലേക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഏത് ആത്മീയ സംഗമങ്ങളാണേലും മിസ്രൈമിലേക്ക് മനസ്സിനെ തിരിക്കുന്ന, ലോകമോഹങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സംഗമങ്ങളുമായിക്കൊള്ളട്ടെ, അവയോടൊക്കെ ആത്മാവിന്റെ കൃപ പ്രാപിച്ച് സ്വശക്തമായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവഭാഗ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിന് വേണ്ടി ശക്തന്മാരായി പോരാടുവാൻ ദൈവം നമ്മളെ സഹായിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ പറഞ്ഞതിന്റെ എല്ലാം ഒരു സാരം, ഒരു രത്ന ചുരുക്കം, നമ്മള് അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടവരാണ്, പോരാളികളായി നിൽക്കേണ്ടവരാണ്. നാം അടർക്കളത്തിലാണ്. ആമേൻ. ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നമ്മള് ദൈവവചനമാകുന്ന വാളും വിശ്വാസം എന്ന പരിചയവുമായി മുന്നോട്ട് പോകേണ്ടവരാണ്. അതിനുള്ളൊരു ആഹ്വാനമാണ് ലഭിക്കപ്പെട്ടത്. ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനനുസരിച്ച് ഒരു സമർപ്പിതമായ അനുഭവത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ കൂടിവരവ് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.